ഏകദേശം 10-23 കൊല്ലങ്ങൾക്ക് മുമ്പ് സഞ്ചാരത്തിൻ്റെ തുടക്കകാലത്ത് നടത്തിയ ഒരു യാത്രയുടെ ഓർമ്മകളിലേക്ക് തിരിച്ചു പോവുകയാണ്. 2002 ആ യാത്ര. സഞ്ചാരം തുടങ്ങിയിട്ട് ഏകദേശം 5 കൊല്ലം കഴിഞ്ഞിരുന്നപ്പോഴേക്കും, സഞ്ചാരം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം തുടങ്ങിയിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പ് പല യാത്രകളിലും എനിക്ക് വേണ്ടി ചില ടൂർ കമ്പനികൾ, ചില സുഹൃത്തുക്കളൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാനും ഹോട്ടൽ ബുക്ക് ചെയ്ത് തരാനും ഒക്കെ ഉണ്ടായിരുന്നു. ആ സഹായമൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. എന്നാൽ ചില യാത്രകൾ ആ സമയമായപ്പോഴേക്കും ഞാൻ തനിച്ച് മറ്റ് ആരുടെയും സഹായമില്ലാതെ ഒക്കെ യാത്ര ചെയ്ത് തുടങ്ങി. അതിലേറ്റവും ദീർഘമായൊരു യാത്ര 2002 യൂറോപ്പിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. യൂറോപ്പിൽ 7 രാജ്യങ്ങളിലൂടെ നടത്തിയൊരു യാത്ര. ജർമ്മനിയിൽ ചെന്നിറങ്ങിയിട്ട് ജർമ്മനിയിൽ നിന്ന് ഓസ്ട്രിയയിലേക്ക്, ഓസ്ട്രിയയിൽ നിന്ന് ഹംഗറിയിലേക്ക്, ഹംഗറിയിൽ നിന്ന് പിന്നെ തിരിച്ച് സ്വിറ്റ്സർലൻഡിലേക്ക്, സ്വിറ്റ്സർലൻഡിൽ നിന്ന് ലിച്ചൻസ്റ്റൈൻ എന്നൊരു ചെറിയ രാജ്യത്തേക്ക്, അവിടെ നിന്ന് നെതർലാൻഡ്സിലേക്ക്, നെതർലാൻഡ്സിൽ നിന്ന് ബെൽജിയത്തിലേക്ക്, പിന്നെ തിരിച്ച് നാട്ടിലേക്ക്. അങ്ങനെ ഒരു ദീർഘമായൊരു യാത്ര. ഈ യാത്രയുടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ബുക്കിങ്ങും എല്ലാം തനിച്ച് ഞാൻ ചെയ്യുമായിരുന്നു. ഒരു പരീക്ഷണമായിരുന്നത്. പക്ഷേ അതിനു മുമ്പ് എൻ്റെ 2ാമത്തെ വിദേശയാത്രയിൽ ഞാനൊരു പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അത് ചെറിയൊരു യാത്രയായിരുന്നു. നമ്മുടെ ഒരു അയൽ രാജ്യത്തേക്ക് നടത്തിയ യാത്ര. അത് മാൽദീവ്സിലേക്കായിരുന്നു. ഈ മാൽദീവ്സിലേക്ക് യാത്ര അക്കാലത്തൊക്കെ മറിയം റഷീദയും ഫൗസിയ ഹസനും ഒക്കെ മാലി ചാരക്കേസ് എന്ന പേരിൽ പ്രശസ്തരായി അല്ലെങ്കിൽ കുപ്രസിദ്ധരായി കേരളത്തിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന സമയം. ആ സമയത്ത് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, തിരുവനന്തപുരത്ത് നിന്ന് മാലിക്ക് ഒരു വിമാനമുണ്ട്, എയർ മാൽദീവ്സിൻ്റെ ഒരു വിമാനം. ഒരു ദിവസം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിമാനത്തെ കയറി. ഒരു $250 ആകപ്പാടെ കയ്യിലുണ്ട്. അതുമായിട്ടാണ് പോകുന്നത്. വിദേശ രാജ്യത്തേക്ക് പോകണമെങ്കിൽ ഡോളർ വേണമെന്നറിയാമെന്ന്. അങ്ങനെ $250 തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് മാറിയെടുത്തു. അതാണ് കയ്യിൽ ആകപ്പാടെയുള്ള വിദേശ കറൻസി. മാലി ചെല്ലട്ടെ, അവിടെ ചെന്നിട്ട് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി താമസിക്കാം, എന്നിട്ട് കാഴ്ചകളിലേക്ക് പോകാം, അന്വേഷിച്ച് കേട്ടങ്ങ് പോകാം എന്ന് കരുതിയാണ് പോകുന്നത്. 4 ദിവസം കഴിഞ്ഞ് തിരിച്ച് തിരുവനന്തപുരത്തേക്കുള്ളൊരു ടിക്കറ്റും എൻ്റെ കയ്യിലുണ്ട്. തുടക്കത്തിലൊരു ഭാഗ്യം എനിക്ക് കിട്ടി. ടിക്കറ്റ് കൊടുത്ത് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ എന്തോ കാരണത്താൽ അവരെനിക്ക് ബിസിനസ് ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് തന്നു. ബിസിനസ് ക്ലാസ്സിൽ അന്ന് എനിക്ക് തോന്നുന്ന 8 സീറ്റോ മറ്റോ ഉള്ളൂ. ഞാൻ മാത്രമുണ്ട് ബിസിനസ് ക്ലാസ്സിൽ. ബാക്കി പിന്നിൽ ധാരാളം പാസഞ്ചേഴ്സ് ഉണ്ട് എക്കണോമിക് ക്ലാസ്സിൽ. വിമാനം പറന്നു വരുന്ന അധികം താമസിയാതെ തന്നെ ഒരു പൈലറ്റ് ഇറങ്ങി വന്നു കോക്പിറ്റിൽ നിന്ന്. 2 പൈലറ്റുമാരാണല്ലോ, അതിൽ ഒരാൾ ഇറങ്ങി വന്നിട്ട് അവിടെ എൻ്റെ അടുത്തുള്ളൊരു സീറ്റിൽ വന്നിരുന്നു. പുള്ളി വന്നിരുന്നത് എനിക്ക് ഇന്നും അതിശയമാണ് അതെങ്ങനെ സാധ്യമാകുന്നതെന്ന്. പുള്ളി സിഗരറ്റ് വലിക്കാനാണ് വന്നിരുന്നത്. കോക്പിറ്റിൽ നിന്ന് സിഗരറ്റ് വലിക്കാൻ പറ്റില്ല. എനിക്കറിയില്ല അക്കാലത്ത് ബിസിനസ് ക്ലാസ്സിൽ സിഗരറ്റ് വലിക്കാൻ അനുവദിക്കുമായിരുന്നു. ഏതായാലും പൈലറ്റ് അവിടെ ഇരുന്ന് സുഖമായിട്ട് സിഗരറ്റ് വലിച്ചു. സിഗരറ്റ് വലിക്കുന്നതിനിടയ്ക്ക് എന്നോട് ചോദിച്ചു, അങ്ങോട്ടാ എന്താ കാര്യം എന്നൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ ഒക്കെ എടുത്ത് കാണിച്ചു. വലിയ ക്യാമറ ഉണ്ടെന്ന്. അന്ന് ഹ്യൂജ് ക്യാമറ ആയിട്ടാണ് എൻ്റെ യാത്രയൊക്കെ, വലിയ ഇത്ര നീളമുള്ള ക്യാമറ. അതെൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഷൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു താമസിക്കുന്നത് എവിടെയാണെന്ന് തീരുമാനിച്ചിട്ടില്ല. അത് വിസ ഒക്കെ ഉണ്ടോ? ഞാൻ പറഞ്ഞു വിസ ഓൺ അറൈവലല്ലേ. അതെ, പക്ഷേ ഒന്ന് ശ്രദ്ധിക്കണം, അവിടെ ചിലപ്പോൾ എനിക്ക് തോന്നുന്ന ഹോട്ടൽ മുറിയൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ തന്നെ ഒരു ടെൻഷൻ എനിക്ക് തുടങ്ങി. എടാ, ഞാൻ ഹോട്ടലിലൊന്നും ബുക്ക് ചെയ്തിട്ടില്ല, തിരിച്ച് കയറ്റി വിടുമോ? ഏതായാലും വിമാനം പോയി മാൽദീവ്സിൻ്റെ തലസ്ഥാനമായ മാലിയുടെ എയർപോർട്ട് ദ്വീപിൽ പോയി ഇറങ്ങി. മാലി സിറ്റിയിൽ, മാലിയുടെ തലസ്ഥാന ദ്വീപിൽ നിന്ന് കുറച്ചകലെയാണ് അന്ന് എയർപോർട്ട്. തമ്മിൽ കണക്ഷനില്ല. ഇന്ന് പാലം വഴി അത് കണക്റ്റഡ് ആയിട്ടുണ്ട്. തന്നെയല്ല എയർപോർട്ട് ദ്വീപിനെ ഹുളുമാലി എന്ന് പറയുന്ന വമ്പനൊരു ദ്വീപുമായിട്ട് കണക്ട് ചെയ്ത് ഇപ്പോൾ ഒരു പുതിയൊരു ദ്വീപൊക്കെ രൂപം കൊണ്ടു. അവിടെ ചെന്നിറങ്ങി ഞാൻ ഇമിഗ്രേഷനിൽ ചെല്ലുന്നു. ഇമിഗ്രേഷൻ ചെല്ലുമ്പം ഈ പൈലറ്റ് പറഞ്ഞ അതേ പ്രശ്നം ഞാൻ നേരിട്ടു. വിസ ഓൺ അറൈവലൊക്കെയാണ്, പക്ഷേ നിങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ ഏതാണെന്നുള്ള അഡ്രസ്സ് കൊടുക്കണം. എനിക്ക് ആ അഡ്രസ്സില്ല. അപ്പോൾ ഞാൻ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. കാരണം ആദ്യത്തെ അല്ലെങ്കിൽ 2ാമത്തെ ഒരു വിദേശ യാത്രയാണ്. നേപ്പാളാണ് അതിനു മുമ്പ് ഞാൻ പോയത്. പറഞ്ഞു വിടുവോ? എന്നെ തിരിച്ചെടുത്ത വിമാനത്തെ കയറ്റി വിടുവോ? ആകെപ്പാടെ ടെൻഷനായി. അയാൾ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞു, ഇമിഗ്രേഷനിലെ ഉദ്യോഗസ്ഥൻ. മാറി നിന്നു. ബാക്കിയുള്ളവരെല്ലാം വിട്ടു. അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. ഒരു കാര്യം ചെയ്യേ, നിങ്ങളിപ്പോൾ ഇതിലൂടെ അങ്ങ് നടന്നാൽ പുറത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ കുറേ ഹോട്ടലുകളുടെ കൗണ്ടറുകളുണ്ട്. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനെയും കൂട്ടി എന്നെ അവിടേക്ക് വിട്ടുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ എല്ലാം വലിയ വമ്പൻ റിസോർട്ടുകളുടെ കൗണ്ടറുകളാണ്. അവിടെയൊക്കെ ഒരു രാത്രിക്ക് നമ്മുടെ ഇന്ത്യൻ രൂപയിൽ 15,000 20,000 ഒക്കെ രൂപ വീതം മുറിവാടകയുള്ള ഹോട്ടലുകളുടെ റിസോർട്ടുകളുടെ കൗണ്ടറുകളാണ്. അപ്പോൾ അതിലൊന്നും ബുക്ക് ചെയ്യാൻ എൻ്റെ പൈസയില്ല, തികയുകയില്ല. അങ്ങനെ ഒടുവിൽ അവിടെ നിന്ന ഒരു ടൂറിസമായിട്ട് ബന്ധമുള്ള ഏതോ ഒരാളായിരിക്കണം, അയാൾ എന്നെ വേറൊരു ചെറിയൊരു കൗണ്ടറിൽ കൊണ്ടുവന്നിട്ട് ഈ മാലിയുടെ തലസ്ഥാന മാലിയിലുള്ള ഏതോ ഒരു ലോഡ്ജിലെ നമ്പർ വിളിച്ചു. എനിക്കൊരു ബുക്കിംഗ് തന്നു. എന്നിട്ട് ആ അഡ്രസ്സ് എഴുതി തന്നു.
എന്നിട്ട് ഞാൻ അഡ്രസ്സുമായിട്ട് തിരിച്ചു വന്നു. എനിക്ക് വിസ കിട്ടി, ഞാൻ അങ്ങോട്ട് ചെന്നു. പക്ഷേ ആ യാത്ര വലിയ പ്രശ്നമായിരുന്നു. കാരണം ഈ $250 കൊണ്ടൊന്നും നടക്കുമായിരുന്നില്ല. കാരണം തലസ്ഥാന ദ്വീപിലേക്ക് പോകണമെങ്കിൽ ബോട്ടിന് പൈസ കൊടുക്കണം. തുടർന്ന് ഈ തലസ്ഥാന ദ്വീപിൽ നിന്ന് ഏതെങ്കിലും ഒരു റിസോർട്ട് ദ്വീപിലേക്കോ മറ്റു കാഴ്ചയിലേക്ക് പോകണമെങ്കിൽ എല്ലാത്തിനും വലിയ പൈസയാണ്. താമസിക്കുന്ന ലോഡ്ജ് ചെറിയ ലോഡ്ജാണെങ്കിൽ കൂടി അവിടെയും വലിയ പൈസയാണ്. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പൈസയെല്ലാം തീർന്നു. അവസാനം മടക്കയാത്രയ്ക്ക് എയർപോർട്ടിൽ വരുമ്പോഴാണ് അറിയുന്നത് എയർപോർട്ടിൽ യൂസേഴ്സ് ഫീസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടെന്ന്. അതിനും എത്രയോ ഡോളർ കൊടുക്കണം, ഞാനിപ്പോൾ അത് ഓർക്കുന്നില്ല. പക്ഷേ അത് കൊടുക്കാൻ പൈസ ഇല്ലാതെ കയ്യിലുണ്ടായിരുന്ന ഒരു ക്യാമറ, ഒരു സ്റ്റിൽ ക്യാമറ വിറ്റ് ആ പൈസ കൊടുത്ത് തിരിച്ചു വന്നൊരു കഥ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചില ദുരന്തങ്ങളുണ്ടായതുകൊണ്ട് പിന്നീടുള്ള കുറേ യാത്രകളും ഞാൻ പ്രൊഫഷണൽസിനെ എൻ്റെ ടൂറ് കോർഡിനേറ്റ് ചെയ്യാനും എനിക്ക് വേണ്ടി ഹോട്ടൽ ബുക്ക് ചെയ്യാനും വിസ പ്രോസസ്സ് എല്ലാം ശരിയാക്കാനും ഒക്കെ ചുമതലപ്പെടുത്തുമായിരുന്നു. എന്നാൽ പിന്നെയും ഒരു തോന്നൽ, എടാ അങ്ങനെ പോയാൽ പറ്റില്ലല്ലോ. നമ്മളപ്പോഴത്തേക്കും കുറേ രാജ്യങ്ങൾ സഞ്ചരിച്ച് കഴിഞ്ഞ് 2002 ആയപ്പോഴത്തേക്കും തന്നെയല്ല സഞ്ചാരം ടെലികാസ്റ്റ് തുടങ്ങി, ആ സഞ്ചാരത്തെ ആളുകൾ അറിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇനി തനിച്ച് യാത്ര ചെയ്യണം. അങ്ങനെ ഞാൻ മ്യൂണിക്കിലേക്ക് ഉള്ളൊരു ടിക്കറ്റ് എടുത്തു. പക്ഷേ ആ ഫ്ലൈറ്റ് തിരുവനന്തപുരത്തു നിന്നാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഖത്തറിലെ ദോഹ വഴി പോകുന്ന ഖത്തർ എയർവേസ് വിമാനത്തിലാണ്. രാവിലെ 8 മണിക്ക് മറ്റായിരുന്നു അന്നത്തെ അക്കാലത്തെ ഫ്ലൈറ്റ്. അതിൽ കയറി ഞാൻ മ്യൂണിക്ക് ചെന്നിറങ്ങാനൊരു കാര്യമുണ്ട്. മ്യൂണിക്കിൽ എൻ്റെ ഒരു കസിൻ അവിടെ അക്കാലത്ത് എത്തിപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു IT പ്രൊഫഷണലാണ്. അപ്പോൾ അദ്ദേഹം സ്വന്തമായി സംരംഭങ്ങൾ നടത്തുന്ന വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഉടമയായി മാറിയിരിക്കുന്ന വ്യക്തി. ബിനു എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ ഈ അടുത്ത കാലത്തും നമ്മൾ സംപ്രേഷണം ചെയ്ത ജർമ്മനിയിലൂടെയുള്ള യാത്രയിൽ കാണിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കാറിലായിരുന്നു ആ യാത്രയെല്ലാം നടത്തിയത്. ഇത് അദ്ദേഹം അവിടെ ചെന്നിറങ്ങിയ ഉടനെയുള്ള കാലമാണ്, 2002. അപ്പോൾ അദ്ദേഹത്തിനും വലിയ നിശ്ചയമൊന്നും ഇല്ലെങ്കിലും അദ്ദേഹം അവിടെയുണ്ട്. അതുകൊണ്ട് മ്യൂണിക്ക് ചെന്നിറങ്ങാമെന്ന് തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ സഹായമൊക്കെ തേടാം. അങ്ങനെ ഖത്തറിൽ നിന്ന് വീണ്ടും വിമാനം പറന്നുയർന്ന് യൂറോപ്പിൻ്റെ മുകളിലൂടെ പറന്ന് ജർമ്മനിയിലെ മ്യൂണിക്ക് വിമാനത്താവളത്തിൽ ചെന്നിറങ്ങുന്നു. അപ്പോഴത്തേക്ക് വൈകുന്നേരം ആകാറായി. പക്ഷേ സമ്മർ അവസാനിച്ചിട്ടില്ലാത്തത് കൊണ്ട് വൈകിട്ടൊരു 8 മണി വരെയൊക്കെ വെളിച്ചമുണ്ട്. ഇമിഗ്രേഷനിലെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. പുറത്തേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ബിനു അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ബിനുവിന് അന്ന് കാറൊന്നുമില്ല. ബിനു അവിടെ എത്തിയിട്ട് ഏതാനും മാസങ്ങളേ ആയിട്ടുള്ളൂ. അയാൾ ഒരു IT കമ്പനിയിൽ ജോലിയാണ്. ബിനു ജർമ്മൻ തന്നെ അത്യാവശ്യം തട്ടിമുട്ടിയൊക്കെ പറഞ്ഞു തുടങ്ങിയ ഒരു കാലമാണ്. കാറ് മേടിച്ചിട്ടില്ല. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അക്കാലത്ത് എടുത്തിട്ടുണ്ടാവാൻ വഴിയില്ല. ബിനു പറഞ്ഞു നമുക്ക് ട്രെയിനിൽ പോകാം. എയർപോർട്ട് സിറ്റിയിൽ നിന്ന് കുറേ അകലെയാണ്. അപ്പോൾ ട്രെയിനിൽ ഭൂഗർഭത്തിലേക്ക് ഇറങ്ങണം. എയർപോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഭൂഗർഭത്തിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങാം. എസ്കലേറ്റർ ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുന്നു. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ കണ്ടുപിടിക്കാൻ ആശാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു ട്രെയിനിൽ കയറുകയാണ്. ഈ ട്രെയിനിൽ കയറി മ്യൂണിക്ക് എന്ന് പറയുന്ന നഗരത്തിൻ്റെ ഡൗൺ ടൗണിൽ പോയി ഇറങ്ങണം. അവിടുത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷൻ ഹോഫ്ബാൻഹോഫ് എന്ന് മറ്റാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അവർ പറയുക. ഹോഫ്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സെൻട്രൽ എന്നായിരിക്കണം. ജർമ്മൻ അറിയുന്നവരെന്നോട് ക്ഷമിക്കണം തെറ്റിപ്പോയാൽ. ഹോഫ്ബാൻഹോഫിൽ ചെന്നിറങ്ങിയിട്ട് ആ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഷില്ലർ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ട്രീറ്റിൽ ഞാനൊരു ഹോട്ടൽ മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ബിനുവിനോട് പറഞ്ഞു, ഞാൻ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്, നീ പേടിക്കൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ട്രെയിനിൽ കയറി സിറ്റിയിലേക്ക് പോവുകയാണ്. സിറ്റിയിലേക്ക് പോകുമ്പോഴാണ് ബിനു അവിടുത്തെ വിശേഷങ്ങൾ, അവിടുത്തെ ചില ജീവിത രീതികൾ, ബിനു അവിടെ നേരിടുന്ന വെല്ലുവിളികൾ, അവിടെ ചെന്നിറങ്ങിക്കഴിഞ്ഞുണ്ടാകുന്ന പുതിയ അനുഭവങ്ങൾ, വിചിത്രമായ സംഭവങ്ങൾ ഇതൊക്കെ പറയുന്നത്. അതിനിടയ്ക്ക് ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓടി ഈ ഹോഫ്ബാൻഹോഫിൽ ചെന്ന് ട്രെയിനിൽ നിന്നു. അവിടെ ഇറങ്ങി ഷില്ലർ സ്ട്രീറ്റിലെ ഹോട്ടൽ ഹെൽവെറ്റിയ എന്ന് പറയുന്നിടത്താണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നു, മുറിയുടെ കൺഫർമേഷൻ വൗച്ചറൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ധൈര്യത്തിലാണ് നമ്മൾ ഈ ചെല്ലുന്നത്. കയറി ചെല്ലുമ്പോൾ ഒരു കുഞ്ഞു ഹോട്ടലാണെന്ന് മനസ്സിലായി. അവിടെ റിസപ്ഷനിൽ ചെന്നു. ചെക്ക് ഇൻ നടപടിയെല്ലാം കഴിഞ്ഞു. പൈസ നേരത്തെ കൊടുത്തിരുന്നതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മുറി 69 നമ്പർ മുറിയാണെന്ന് പറഞ്ഞു. മുറി തുറന്നു, അകത്ത് കയറി. ചെറിയ മുറിയാണ്, പക്ഷേ വൃത്തിയുള്ള കട്ടിൽ നല്ല ഭംഗിയാക്കി ഒരുക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും യാത്ര ചെയ്ത് വന്നാണല്ലോ, ഒന്ന് മൂത്രം ഒഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ടോയ്ലറ്റ് തപ്പുമ്പോൾ ഈ മുറിയോടനുബന്ധമായിട്ട് ടോയ്ലറ്റില്ല. ഒടുവിൽ അന്വേഷിച്ച് നടന്ന് കണ്ടുപിടിച്ചു. ആ ഫ്ലോറിൻ്റെ അങ്ങേയറ്റത്ത് കുറച്ച് ടോയ്ലറ്റുകളുണ്ട്, 2-3 ടോയ്ലറ്റുകളുണ്ട്. അതാണ് ഈ നിലയിലുള്ള എല്ലാ മുറിക്കാർക്കും ഈ റൂംസിനും വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ്, കോമൺ ടോയ്ലറ്റാണ്. ബാക്ക് പാക്കേഴ്സിനുള്ള ഒരു ഹോട്ടലായിരുന്നത്. ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂമിനകത്തൊരു വാഷ് ബേസിനുണ്ട്. അവിടെ ചെന്ന് മുഖമൊക്കെ കഴുകുമ്പം നേർത്ത മൂത്രത്തിൻ്റെ മണം ഈ വാഷ് ബേസിനിൽ നിന്ന് വരുന്നുണ്ട്. എനിക്ക് കാര്യം മനസ്സിലായി. പാതിരാത്രിക്ക് ഒന്ന് മൂത്രം ഒഴിക്കണമെന്ന് തോന്നുന്നവൻ സാധാരണഗതിയിൽ വാതിൽ തുറന്ന് ഈ വരാന്തയിൽ കൂടെ അങ്ങേറ്റത്ത് പോയി ടോയ്ലറ്റിൽ നിന്നും പോയി മുള്ളാറില്ല എന്നെനിക്കതോടെ മനസ്സിലായി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. മ്യൂണിക്ക് എന്ന് പറയുന്ന നഗരത്തിൻ്റെ ഏറ്റവും ഹാപ്പനിങ് ആയൊരു പ്ലേസ് ഉണ്ട്. അവിടത്തേക്ക് പോകണം. അവിടുത്തെ കുറേ കാഴ്ചകളിലേക്ക് പോകണം. നേരെ ഇരുട്ടിയിട്ടില്ല. ഈ സമയമായപ്പോഴത്തേക്ക് ഒരു 5:30 ആയിട്ടുണ്ടെങ്കിലും അത്യാവശ്യം വെളിച്ചമുണ്ട്. ആളുകൾ തെരുവിലൂടെയൊക്കെ നടക്കുന്നുണ്ട്. സജീവമായി വരുന്ന സമയമാണ്. ഞാൻ താമസിക്കുന്ന ഹോട്ടലുള്ള ഈ ഷില്ലർ സ്ട്രീറ്റും അതിൻ്റെ സമീപത്തെ സ്ട്രീറ്റുകളൊക്കെ
വളരെ രസകരമായ ഒരു സ്ട്രീറ്റാണെന്ന് എനിക്കതോടെ മനസ്സിലായി. ബിനു ഒരു ചിരിയോടെ എന്നെ നോക്കി, ചേട്ടായി കണ്ടുപിടിച്ച സ്ട്രീറ്റ് കൊള്ളാമല്ലോ, ആൾ മോശമില്ലല്ലോ എന്നുള്ള മട്ടിൽ. സംഭവം എന്താണെന്നറിയോ, അതവിടുത്തെ ഒരു തരത്തിൽ പറഞ്ഞാൽ അഡൽട്ട് എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു സ്ട്രീറ്റാണ്. അഡൽട്ട് എൻ്റർടൈൻമെൻറ്റ്സ് പറഞ്ഞാൽ നൈറ്റ് ക്ലബ്ബുകളുണ്ട്, പോൺ ഷോപ്പുകളുണ്ട്, സെക്സ് ഷോപ്പുകൾ എന്ന് പറയുന്ന ഷോപ്പുകൾ കുറേ എണ്ണമുണ്ട്. അപ്പോൾ അന്ന് അതൊക്കെ ഒരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു. ബിനു പറഞ്ഞ് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ, ഈ സ്ട്രീറ്റിൻ്റെ പ്രത്യേകത ഇതാണ്. കൂടാതെ ഈ പോൺ ഷോകൾ എന്ന് പറഞ്ഞാൽ ആളുകൾ ചെന്ന് ടിക്കറ്റ് എടുത്ത് ചെറിയ ബൂത്തുകൾക്കകത്ത് കയറിയിരിക്കും. ഈ ബൂത്തിനകത്ത് ഒരു TV സ്ക്രീനുണ്ട്, അതിനകത്ത് പോൺ വീഡിയോസ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മൾ 1 മണിക്കൂറിൻ്റെ ടിക്കറ്റ് എടുത്ത് 1 മണിക്കൂർ ഇരുന്ന് കാണാം, എന്നിട്ട് ഇറങ്ങിപ്പോരാം. അങ്ങനെ ചെറിയ ചെറിയ സിംഗിൾ ബൂത്തുകളാണ്. അപ്പം ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർക്ക് പോയിരുന്നിട്ട് ഈ പോൺ ഷോകൾ കണ്ടിട്ട് തിരിച്ചിറങ്ങാം. ഇങ്ങനെ കുറേ വിചിത്രമായ 2002 കാലമാണ്. അന്ന് കേരളത്തിൽ നിന്ന് പോകുന്ന ഒരാൾക്ക് അത്ഭുതം തോന്നുന്ന വിചിത്രമായ കുറേ അഡൽട്ട് എക്സ്പെരിമെൻസിൻ്റെ ഒരു സ്ട്രീറ്റിലാണ് താമസിക്കുന്നതെന്ന് മനസ്സിലായി. അവിടെ നിന്ന് ഒരു ട്രാം പിടിച്ചു. അങ്ങനെ ഓടി നമ്മൾ മരിയൻ പ്ലാറ്റ്സ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി. മരിയൻ പ്ലാറ്റ്സ് വലിയൊരു ഹാപ്പനിങ് പ്ലേസാണ്, വലിയൊരു സ്ക്വയറാണ്. അതിൻ്റെ അടുത്ത് വലിയ 2 ദേവാലയങ്ങളുണ്ട്, ക്രിസ്ത്യൻ ചർച്ചുകളുണ്ട്, വലിയ ചരിത്രമുള്ള ദേവാലയങ്ങളാണ്. അതുകൂടാതെ തന്നെ അവിടുത്തെ സിറ്റി ഹാളുണ്ട്. സിറ്റി ഹാൾ എന്ന് പറയുന്നത് മുനിസിപ്പൽ നഗരഭരണത്തിൻ്റെ കേന്ദ്രം. അതൊക്കെ അതിമനോഹരമാണ്. ഈ സിറ്റി ഹാളിൻ്റെയും അടുത്തുള്ള കെട്ടിടങ്ങളുടെയും എല്ലാം ജാലകത്തിൽ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന ചെടികൾ. അതുപോലെ ഒരു ക്ലോക്ക് ടവറുണ്ട്. അതിൽ ഓരോ മണിക്കൂർ ഇടവിട്ടും ആ ക്ലോക്കിൽ ഓരോ മണിക്കൂർ പിന്നിടുമ്പം അവിടെ ചില പെർഫോമൻസുകൾ, ചില രൂപങ്ങൾ, പ്രതിമകൾ ഒക്കെ വന്ന് നടന്നു പോകുന്നൊരു പരേഡൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് നിരവധി ചരിത്ര മന്ദിരങ്ങൾ ആ സ്ക്വയറിന് ചുറ്റുമുണ്ട്. ഈ സ്ക്വയറിൻ്റെ ഓരങ്ങളിൽ മുഴുവൻ രസകരമായ കുറേ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളുണ്ട്. റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയറിലേക്ക് ഇറക്കിയിട്ട മേശ കസേരകളും അതിൻ്റെ അതിരായിട്ട് പൂച്ചെടികൾ, ചെടിച്ചട്ടികളിൽ പൂത്തൊലഞ്ഞ ചെടികൾ ഇങ്ങനെ വെച്ചിരിക്കുന്നു. അതിനകത്ത് ഈ കെട്ടിടങ്ങൾക്കും ഈ സ്ക്വയറിനും ഇടയ്ക്കുള്ള സ്ഥലത്ത് കസേരകളും മേശകളും ഇട്ടിരിക്കുന്നു. അവിടെ ആളുകൾ വന്നിരിക്കും. ഇതിന് ബിയർ ഗാർഡൻസ് എന്നാണ് യൂറോപ്പിൽ അറിയപ്പെടുന്നത്. ബിയർ ഗാർഡനുകൾ, ബിയർ കഴിക്കാൻ വന്നിരിക്കുന്ന സ്ഥലം. അതൊരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് ആളുകൾ വന്ന് നിറയും. ജോലി സ്ഥലത്ത് നിന്ന് ജോലി കഴിഞ്ഞ് മടങ്ങുന്നവർ, അല്ലെങ്കിൽ കൂട്ടുകാരൊത്ത് നടക്കാനിറങ്ങിയവർ, വൃദ്ധരായവർ ഒക്കെ ഇത്തരം സ്ക്വയറിലേക്ക് വരും. അതൊരു ഹാപ്പനിങ് പ്ലേസ്. ആളുകൾ വെറുതെ ഇങ്ങനെ ഒരു ബിയർ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വൈന് ഒക്കെ മേടിച്ച് വെച്ച് അങ്ങനെ ഇരുന്ന് കഥ പറയുക, സോഷ്യലൈസേഷൻ. ആളുകൾ പരസ്പരം കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ചിലരൊക്കെ ഹൃദയം കൈമാറുകയും ചിലർ പഴയ കഥകൾ ഓർമ്മിച്ചെടുക്കുകയും മറ്റ് എഴുത്തുകാർ, ചിന്തകരൊക്കെ ഇവിടെ വന്നിരുന്ന് ഈ കാഴ്ചകൾ കണ്ടിരുന്ന് അവരുടെ അടുത്ത വിഷയങ്ങൾ മനസ്സിലിങ്ങനെ ആലോചിക്കുകയൊക്കെ ചെയ്യുന്ന അതിഗംഭീരമായ സ്ഥലം. അത് വൃത്തിയുള്ള, ഇളം തണുപ്പുള്ള, നല്ല സുന്ദരമായ കാഴ്ചകൾ കണ്ട് നടന്നു പോകുന്ന സുന്ദരന്മാരെ കണ്ടുകൊണ്ട് ഒരു ബിയറോ ഒരു വൈനോ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലം. കുറേ നേരം ഈ കാഴ്ചകളെല്ലാം ഷൂട്ട് ചെയ്ത് നടന്നിട്ട് ഞാനും ബിനും കൂടെ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു ബിയർ ഗാർഡനിലിരിക്കാം. ഇവിടെ ഒരു ബിയറുണ്ട്, ഒരു പ്രത്യേകതരം ബിയറുണ്ട്, വൈസ് ബിയർ എന്നതിൻ്റെ പേര്. ഈ വൈസ് ബിയർ വളരെ ചരിത്രമുള്ള പുണ്യപുരാതനമായ ഒരു ബിയറാണ്. ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ ഈ പുണ്യപുരാതനമായ ബിയറാകുന്നത്? അപ്പോൾ ബിനു പറഞ്ഞു, ഇത് കഴിച്ചാൽ നമുക്ക് പാപമില്ല. കാരണം ഈ ബിയർ കണ്ടുപിടിച്ചതും കുടിക്കുന്നതും ക്രിസ്ത്യൻ സന്യാസിമാരാണ്. ഈ ജർമ്മനിയിലും സ്വിറ്റ്സർലൻഡിലും യൂറോപ്പിലും ഒക്കെ സന്യാസി മഠങ്ങളുണ്ട്, മൊണാസ്ട്രികൾ. ക്രിസ്ത്യൻ സന്യാസിമാർ വൈദികരായ പള്ളികളുടെ ഭരണം നടത്തുന്നവരല്ലാതെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനുമൊക്കെയായി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച സന്യാസിമാരുടെ സന്യാസി മഠങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ നോമ്പ് കാലം വരുമ്പോൾ അവർ മറ്റു ഭക്ഷണമൊന്നും കഴിക്കുകയില്ല. ഈ നോമ്പ് കാലത്ത് അവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം ബിയറാണ് കഴിക്കുക. ആ ബിയറാണ് ഈ വൈസ് ബിയർ. അപ്പോൾ പുണ്യമായ ഒരു പാനീയമാണല്ലോ. അപ്പോൾ പുണ്യപാനീയമായതുകൊണ്ട് ഞങ്ങളും കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 2 ഗ്ലാസ് വൈസ് ബിയറൊക്കെ വാങ്ങിച്ചു വെച്ച് ഞങ്ങളിങ്ങനെ കഥ പറഞ്ഞ് കുറേ നേരം രാത്രിയാവോളം ഇരുന്നു. ആ സ്ക്വയറുണ്ടല്ലോ, ആ സ്ക്വയറിൽ കുറേ കലാകാരന്മാരുണ്ട്. ചില ഭാഗങ്ങളിൽ സംഗീത പരിപാടികൾ നടത്തുന്നവരാണ്. അവർ അക്കോർഡിയനൊക്കെ ആയിട്ട് വന്ന് ഗംഭീര പെർഫോമൻസാണ്. ഞങ്ങളിരിക്കുന്നതിൻ്റെ ആ ഭാഗത്ത് വേറൊരു കഥാപാത്രത്തിൽ കഴിഞ്ഞപ്പോൾ വന്നു, മുഖത്ത് ചുട്ടിയൊക്കെ കുത്തി ഒരു ക്ലൗൺ കഥാപാത്രം, സർക്കസിലെ കോമാളി വേഷമുണ്ടല്ലോ, ഇതുപോലെയാണ്. ഒരു പ്രത്യേക രീതിയിലാണ് നടക്കുന്നത്. പുള്ളിയുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെരുവിലൂടെ നടന്നു പോകുന്ന ആളുകളെ അനുകരിക്കുകയാണ് പുള്ളിയുടെ പരിപാടി. അപ്പോൾ ഈ ബിയർ ഗാർഡനുകളിൽ നിരന്നിരിക്കുന്നവർക്ക് ഇത് കാണാം, നടന്നു പോകുന്നവർക്ക് എല്ലാവർക്കും കാണത്തില്ല, മറ്റേ സൈഡിൽ നിൽക്കുന്നവർക്ക് കാണാം. അപ്പോൾ ഒരു സ്ത്രീ കുടയൊക്കെ ചൂടി ഒരു പ്രത്യേക ശൈലിയിൽ നടന്നു പോവുകയാണെങ്കിൽ ഇയാൾ അതിൻ്റെ പുറകെ അതേ നടപ്പ് അനുകരിച്ചുകൊണ്ട് അവരുടെ ഭാവവും രൂപവും എല്ലാം അനുകരിച്ച് മിമിക്രിക്കാർ ചെയ്യുന്ന പോലെ തന്നെ അവരുടെ പിന്നാലെ നടന്നു പോകും. അപ്പോഴത്തേക്ക് ഈ ബിയർ ഗാർഡനിൽ ഇരിക്കുന്നവരെല്ലാം പൊട്ടിച്ചിരിക്കും, കൈയടിക്കും. ഈ നടന്നു പോകുന്ന ആൾക്ക് മാത്രം മനസ്സിലായി ഇതെന്താ സംഭവിക്കുന്നതെന്ന്. അവർ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും ഈ ഇങ്ങനെ ഒരാൾ അനുകരിക്കുന്നത് കാണുന്നത്. ചിലർ അവരെ പരിഭവിക്കും, ചിലർ പൊട്ടിച്ചിരിക്കും, ചിലർ അവരെ പോയി കെട്ടിപ്പിടിക്കും. ഇയാൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർക്കൊരു നന്ദിയൊക്കെ പറഞ്ഞ് ഇവരെ പറഞ്ഞു വിടും.
വീണ്ടും തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ടൊരാൾ നടക്കുന്നുണ്ടെങ്കിൽ അയാളുടെ പുറകെ ഇയാളിങ്ങനെ അടുത്ത രൂപത്തെ അനുകരിച്ച് ഇങ്ങോട്ട് നടക്കും. ഇങ്ങനെ മറ്റുള്ളവരെ അനുകരിക്കുന്ന ഒരു കഥാപാത്രം തെരുവിൽ. അപ്പോൾ ഇത് ഞങ്ങൾ കണ്ടിരിക്കുക. അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്, ഇത് നാട്ടിലാണെങ്കിൽ അടി എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതിയല്ലോ. കാരണം ഒരുത്തൻ ഇത് ഇഷ്ടപ്പെടാത്തവനുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രതികരിച്ചേക്കാം. അതുതന്നെ സംഭവിച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാളെ, ഒരു വയറൊക്കെ ഉള്ളൊരു കക്ഷി, ഇത്തിരി പ്രായമുള്ള ആളാണ്, അയാൾ നടന്നു പോകുന്നു. അവൻ നടന്നു പോകുമ്പം ഇയാളും ആ വയറൊക്കെ തള്ളിപ്പിടിച്ച് ഇയാളെ അനുകരിച്ച് പോകുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി തിരിഞ്ഞു നോക്കുമ്പോൾ ഇവനെ അനുകരിക്കുന്നതെന്ന് മനസ്സിലായി. ഇയാൾ പയ്യെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് ഇവൻ അനുകരിച്ച് വരുമ്പോഴത്തേക്ക് കൈകൊണ്ട് ഇവനിട്ടൊരു നല്ലൊരു താങ്ങ് വെച്ച് കൊടുത്തുന്നു. അതായത് ഇവൻ്റെ നെഞ്ചത്ത് കൈ കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് പ്രയോഗിച്ചത്. അപ്പോഴത്തേക്ക് ആളുകൾ അപ്സെറ്റായി. ഇതെന്താ ഇനി സംഭവിക്കാൻ പോകുന്നത് അറിയത്തില്ലല്ലോ. ഇവിടെ ഒരു അടി നടക്കാൻ പോകുകയാണെന്നുള്ള തോന്നൽ വന്നു. ഉടനെ ഈ മിമിക്രിക്കാരൻ എന്ത് ചെയ്യുന്നറിയോ, നേരെ ഇയാളുടെ മുമ്പിലേക്ക് കയറി നിന്നു. ഇയാളുടെ പുറകെയാണ് അനുകരിച്ച് തന്നതെങ്കിൽ ഇയാളുടെ മുമ്പിലേക്ക് ഓടിച്ചെന്ന് മുമ്പിൽ കയറി നിന്നു. എന്നിട്ട് പോക്കറ്റിൽ നിന്ന് ഉള്ളൊരു ചുവന്ന കാർഡ് എടുത്തിട്ട് പോക്കറ്റിൽ കിടന്ന ഒരു വിസിലും കൂടെ എടുത്ത് ചുണ്ടത്ത് വെച്ചിട്ട് നീട്ടി വിസിലടിച്ചിട്ട് ചുവന്ന കാർഡ് അയാളെ കാണിച്ചു. അതായത് നീ കളിയിൽ നിന്ന് ഔട്ടായി എന്നുള്ള മട്ടിൽ. അപ്പോഴത്തേക്കും ചുറ്റും നിന്ന ആളുകളെല്ലാം കൈയടിച്ചു. ഇങ്ങനെ രസികന്മാരായ ആളുകളും കലാകാരന്മാരും എല്ലാം നിറഞ്ഞ ആ തെരുവിൽ ഏതാണ്ട് ഒരു രാത്രി 10-11 മണി വരെ ഞങ്ങളവിടെ ഇരുന്നു, കഥയൊക്കെ പറഞ്ഞ കാഴ്ചകളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് എത്തി. എന്നെ അവിടെ ഇറക്കി വിട്ടിട്ട് ബിനു താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ വരാമെന്ന് പറഞ്ഞാൽ പോയത്. അടുത്ത ദിവസം രാവിലെ തന്നെ ബിനു വന്നു. അപ്പോൾ ബിനുവും ഭക്ഷണം കഴിച്ചിട്ടില്ല. അന്നൊരു ശനിയാഴ്ചയാണ്, അപ്പോൾ ബിനുവിന് അന്ന് വർക്കില്ല. ഞങ്ങൾ പുറത്തിറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് എങ്ങോട്ട് പോകണമെന്നായി ചർച്ച. അപ്പോൾ ഇന്നലെ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ഐഡിയ ഒക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ഒളിമ്പിക് വില്ലേജ് കാണാൻ പോകാമെന്ന് തീരുമാനിച്ചു. 1972 മ്യൂണിക് ഒളിമ്പിക്സ് നടന്നു. അതെനിക്കറിയാം, അത് ചരിത്ര സംഭവമാണ്. കാരണം അത് ലോകത്തെ ഞെട്ടിച്ചൊരു ഒളിമ്പിക്സാണ്. ജർമ്മനിയിൽ അതിനു മുമ്പ് ഒളിമ്പിക്സ് നടന്നിട്ടുണ്ട്, ഹിറ്റ്ലറുടെ കാലത്ത്. അതും വിവാദം ഉണ്ടായ ഒളിമ്പിക്സാണ്. പക്ഷേ ഈ 72 ഒളിമ്പിക്സിൽ വലിയൊരു കൂട്ടക്കൊല നടന്ന ഒരു ഒളിമ്പിക്സാണ്. അപ്പോൾ അവിടേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. ചരിത്രമുള്ള സ്ഥലമല്ലേ, ചരിത്ര കഥ പറയാൻ നമുക്ക് കിട്ടുന്ന അവസരമാണ്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നു, ഒരു ട്രെയിൻ പിടിച്ചു, ഈ ഒളിമ്പിക് വില്ലേജുള്ള സ്ഥലം കണ്ടുപിടിച്ചു. അത് മാപ്പൊക്കെ ബിനുവിൻ്റെ കയ്യിലുണ്ട്. അന്ന് മാപ്പ് നോക്കിയാണ് യാത്ര, അന്ന് ഗൂഗിൾ മാപ്പൊന്നും ഇല്ലാത്ത കാലമല്ലേ. അങ്ങനെ മാപ്പ് നോക്കി ഏത് സ്റ്റേഷനിൽ ഇറങ്ങണമെന്ന് കണ്ടുപിടിച്ചു. അവിടെ പോയി ഇറങ്ങി. പിന്നെ പലരോടും വഴിയൊക്കെ ചോദിച്ച് തപ്പി തടഞ്ഞ്, ബിനുവിനും വലിയ നിശ്ചയമില്ല, എനിക്ക് തീരെ നിശ്ചയമില്ല. ഞങ്ങൾ അങ്ങനെ ഒളിമ്പിക് വില്ലേജിലെത്തുന്നു. 53 കൊല്ലം കഴിഞ്ഞ് ഒളിമ്പിക്സ് നടന്നിട്ട് ഇന്നും ആ ഒളിമ്പിക് വില്ലേജ് കണ്ടാൽ നമ്മൾ മിനിയാന്ന മറ്റോ ഒളിമ്പിക്സ് മത്സരം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. ആ മട്ടിൽ പെർഫെക്റ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ ഗാലറികൾ, സ്റ്റേഡിയങ്ങൾ, ആ ഒളിമ്പിക് വില്ലേജിലെ പൊതുസ്ഥലങ്ങൾ, ഇതൊക്കെ ഇപ്പോഴും അതിമനോഹരമായി സംരക്ഷിച്ചിരിക്കുകയാണ്. കൂടാതെ മുകളിൽ കൂടെ ചെലന്തി വല പോലെ അല്ലെങ്കിൽ ഫിഷിംഗ് നെറ്റ് പോലെ വലകളിട്ടിരിക്കുന്ന ഭാഗങ്ങൾ, ഇരുമ്പ് വേലികൾ, ആ ഗേറ്റുകൾ, കവാടങ്ങൾ, ഇതൊക്കെ അതിമനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സ്ഥലം. അവിടെ നിൽക്കുമ്പോഴാണ് ഞാൻ ആ ചരിത്രത്തിലൂടെ ഒന്ന് പുറകോട്ട് നടന്നത്. 1972 പാലസ്തീൻ പ്രശ്നമൊക്കെ കത്തി നിൽക്കുന്ന സമയമാണ്. പാലസ്തീനിൻ്റെ വിമോചനത്തിന് വേണ്ടി പോരാടുന്ന ഒരു ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട്. അവർ ബ്ലാക്ക് സെപ്റ്റംബർ എന്നറിയപ്പെടുന്ന ഒരു ഭീകര സംഘടനയാണത്. അവർ ഒരു രാത്രി ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒളിമ്പിക് വില്ലേജിൽ നുഴഞ്ഞു കയറുന്ന 8 പേരെ, അവർ തോക്കും എല്ലാ ആയുധങ്ങളും ഗ്രനേഡും ഒക്കെ ആയിട്ടാണ് നുഴഞ്ഞു കയറുന്നത്. അവർ വന്ന് കയറുന്നത് ഈ ഇസ്രായേലി അത്ലറ്റുകൾ താമസിക്കുന്ന അവരുടെ താമസയിടത്തേക്കാണ് വന്ന് കയറുന്നത്. അപ്പോൾ ഈ ഒളിമ്പിക് വില്ലേജിൽ ഓരോ രാജ്യക്കാർക്കും താമസിക്കാനുള്ള അക്കോമഡേഷൻ, ഫ്ലാറ്റുകൾ, അപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം പണിതിട്ടുണ്ട്. അതെല്ലാം സുരക്ഷാ വലയത്തിനകത്താണ്. പക്ഷേ സുരക്ഷാ ഭടന്മാരുടെ കണ്ണ് വെട്ടിച്ച് ഇവരതിനകത്ത് കയറുന്നു. ഇവരെ ബന്ദിയാക്കുകയാണ്, ഈ ഇസ്രായേലി ടീമിനെ മൊത്തമായിട്ട്. ദിവസങ്ങളോളം ആ ബന്ദി നാടകം തുടർന്നു. ഒടുവിൽ ചർച്ചകൾ നടന്നു. ഇവരെ രക്ഷിക്കാനുള്ള പല ശ്രമങ്ങൾ നടത്തി. പക്ഷേ 11 ഇസ്രായേലി അത്ലറ്റുകൾ ആ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടു. അത് ശരിക്കും ഇസ്രായേലിന് വലിയൊരു ഷോക്കായി. ജർമ്മനിക്കാകെപ്പാടെ നാണക്കേടായിപ്പോയി. ഇത്ര വലിയൊരു ഒളിമ്പിക്സ് നടത്തുമ്പോൾ അതിൻ്റെ സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞില്ല, അവിടെ വന്ന അതിഥി രാജ്യങ്ങളിൽ നിന്ന് വന്ന കായിക താരങ്ങളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വലിയ ക്ഷീണമായി. മാത്രമല്ല ചരിത്രത്തിൽ പിന്നീട് ഈ ബ്ലാക്ക് സെപ്റ്റംബറിൽ ഉൾപ്പെട്ടിരുന്ന എല്ലാവരെയും ഇസ്രായേൽ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ആയിട്ട് വധിച്ചു കളഞ്ഞ ചരിത്രമുണ്ട്. ഈ സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചു, ഷൂട്ട് ചെയ്തു. അവിടെ നിൽക്കുമ്പോൾ, ഈ ഒളിമ്പിക് വില്ലേജ് നിൽക്കുമ്പോൾ നമുക്ക് അകലെ ഒരു വലിയ കെട്ടിടം കാണാം. 4 സിലിണ്ടറുകൾ ചേർത്ത് വെച്ചതുപോലത്തെ വലിയൊരു കെട്ടിടം. അത് BMW ആസ്ഥാനമാണ്. BMW ആസ്ഥാനം എന്ന് പറയുന്നത് അതിനോടനുബന്ധിച്ചൊരു മ്യൂസിയമൊക്കെ ഉണ്ട്, നമുക്കവിടെ കയറി കാണാം. BMW ആദ്യകാലം മുതലുള്ള കാറുകൾ, അവരുടെ ഓട്ടോമൊബൈൽസ്, അവരുടെ ബൈക്കുകൾ, അവരുടെ വളർച്ചയുടെ കഥ, ഇതൊക്കെ വിവരിച്ചിരിക്കുന്ന അതിഗംഭീരമായൊരു ക്യാമ്പസാണ്, അതിമനോഹരമായൊരു സ്ഥലം.
ചരിത്രത്തെ, ഒരു പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തെ എങ്ങനെ അഭിമാനത്തോടെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ജർമ്മനിയുടെ ഈ ബയേൺ പ്രദേശത്താണ് ഫോക്സ് വാഗന്, BMW ഇങ്ങനെയൊക്കെയുള്ള ജർമ്മൻ കാറുകളെല്ലാം ഈ മ്യൂണിക്ക് ആസ്ഥാനമായി നിൽക്കുന്ന ബവേറിയ എന്ന് പറയുന്ന സ്റ്റേറ്റ് പ്രവിശ്യയുടെ ഉൽപ്പന്നങ്ങളാണ്. അതെല്ലാം കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി അങ്ങോട്ട് ബിനു പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് നിംഫൻബർഗ് പാലസ് ഒന്ന് കണ്ടാലോ. ഞാൻ പറഞ്ഞു കണ്ടേക്കാം, അങ്ങോട്ട് പോകാം. നിംഫൻബർഗ് പാലസ് ഈ മ്യൂണിക്കിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ്. അപ്പോൾ അങ്ങോട്ട് ട്രാം കിട്ടും, അതിൽ ചെന്ന് കയറി നിംഫൻബർഗ് പാലസിലേക്ക് പോകുന്നു. നിംഫൻബർഗ് പാലസിൻ്റെ അടുത്തുള്ള ഒരു ട്രാം സ്റ്റേഷനിൽ പോയി ഇറങ്ങി. പിന്നെ നടക്കുന്ന ഒരു കനാലിൻ്റെ തീരത്തൂടെയാണ് കുറേ ദൂരം നടക്കുന്നത്. കുറേ നടന്നു, 1-1.5 കിലോമീറ്റർ നടന്നെങ്കിലേ ഈ പാലസിലെത്തുള്ളൂ. പക്ഷേ നമ്മൾ ഈ പാലസിൻ്റെ ക്യാമ്പസിലേക്ക്, ആ പ്രദേശത്തേക്ക് കയറുമ്പോൾ ഉണ്ടല്ലോ, അതിവിശാലമായൊരു ഉദ്യാനം. ഈ ഉദ്യാനത്തിൻ്റെ അങ്ങേയറ്റത്താണ് ഈ പാലസ്. എത്ര പ്രൗഢഗംഭീരമായിട്ട് സംരക്ഷിച്ചിരിക്കുന്നതെന്നറിയോ. ഇന്നും അതിനകത്തൊരു രാജാവ് വസിക്കുന്നുണ്ടെന്നും രാജാവിനെ അനുസരിക്കുന്ന ജീവനക്കാരും ഉദ്യോഗസ്ഥരുമൊക്കെ ഒരു അണുവിട ചിട്ട തെറ്റാതെ ഈ ഉദ്യാനവും പുൽമേടുകളും ഫൗണ്ടനുകളും അതിൻ്റെ ഓരോ കെട്ടിടഭാഗവും ഭംഗിയായി പരിപാലിക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്ന മട്ടിൽ പെർഫെക്ഷനോടുകൂടിയാണ് ഇതെല്ലാം സംരക്ഷിക്കുന്നത്. അല്ലാതെ ചിലന്തി വല പിടിച്ചും മുഷിഞ്ഞും പെയിൻ്റ് ഇളകിയും ഒന്നുമല്ല, അതിഗംഭീരമായിട്ട്. അതിന് നടുക്ക് വലിയ ജലാശയങ്ങളുണ്ട്, വലിയ പൂളുകളുണ്ട്, അതിനകത്ത് നീന്തി തുടിക്കുന്ന അരയന്നങ്ങളുണ്ട്. അതിമനോഹരമായ കാഴ്ച. ആ പാലസിനകത്ത് ചെന്ന് കയറി അതിനകത്തെ അഡ്ഡിത്തമാർന്ന കൊട്ടാരത്തിനകത്തെ കാഴ്ചകളിലൂടെ എല്ലാം സഞ്ചരിച്ചു. ചുവരുകളിൽ ഗംഭീരമായ പെയിൻറ്റിങ്ങുകൾ, സ്വർണ്ണ ഫ്രെയിമുകളുള്ള പെയിൻറ്റിങ്ങുകൾ. സ്വർണ്ണ ഫ്രെയിമുള്ള പെയിൻറ്റിങ്ങുകൾ മാത്രമല്ല, ചില മുറികളുടെ ചുവരുകളും സീലിംഗ് തന്നെ സ്വർണ്ണമാണ്. 1664 മുതൽ 2002 വരെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 400 കൊല്ലം കഴിഞ്ഞൊരു കൊട്ടാരം ഇന്നും രാജാവ് അതിനകത്തുണ്ട് എന്നുള്ള മട്ടിൽ തിളങ്ങി നിൽക്കുകയാണ്. ഒരു മങ്ങൽ ചുവരിനില്ല, ഒരു ചെളി ഒരു ചുവരിൽ നിങ്ങൾ കാണില്ല, മുഷിച്ചിലെങ്ങും കാണില്ല, തിളക്കം ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല. അതിമനോഹരമായ മുറികൾ, ബെഡ്റൂമുകൾ, രാജാവ് ആളുകളെ സൽക്കരിക്കുന്ന ഡൈനിങ് ഹാളുകൾ, സദസ്സ് കൂടുന്ന മുറികൾ തിളങ്ങി നിൽക്കുന്നു. അതിനകത്തൂടെ എല്ലാം സഞ്ചരിച്ചു. ആ കൊട്ടാരത്തിൻ്റെ ചരിത്രം, അവിടുത്തെ രാജാവിൻ്റെ പ്രണയം, അവിടുത്തെ രഹസ്യകാമുകിയും അടുത്തുള്ള കഥകൾ, ഇങ്ങനെ ആ കൊട്ടാരത്തിനകത്ത് നടന്ന പ്രധാന സംഭവങ്ങൾ ഇതെല്ലാം കണ്ട് നടന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഇറങ്ങി. വീണ്ടും നടക്കണമല്ലോ, ഈ ട്രാം കിട്ടുന്നിടത്തേക്ക് പോകണം. അങ്ങനെ നടന്നു, ട്രാം സ്റ്റേഷൻ്റെ അടുത്തെത്തി. അവിടെ എത്തുമ്പോൾ വിശപ്പ് നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട്. രാവിലെ കഴിച്ചൊക്കെ ഈ സമയം കൊണ്ട് തീർന്നു. എന്നാൽ ഇനി എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു കിയോസ്ക് ഉണ്ട്. ഈ കിയോസ്കിൽ കബാബ് കിട്ടും. കബാബ് ടർക്കിഷ് കബാബാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കബാബ് കഴിച്ചു. ടർക്കിഷ് കബാബ് രസകരമായിട്ട് ആസ്വദിച്ച് കഴിച്ചു. ഞാൻ അന്ന് ആദ്യമായിട്ട് ജീവിതത്തിൽ ടർക്കിഷ് കബാബ് കഴിക്കുന്നത്. ആ ടർക്കിഷ് കബാബ് ഇഷ്ടപ്പെട്ടു. അത് കഴിച്ചിട്ട് ഞങ്ങൾ അടുത്ത ട്രാം പിടിക്കാൻ തീരുമാനിച്ചു. ഇനി എങ്ങോട്ട് പോകണം? ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്, ഇനി ദഹാവു എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകണം. ദഹാവു നഗരത്തിൽ നിന്ന് 10-30 കിലോമീറ്റർ അകലെയാണ്. ഈ ദഹാവുവിൽ ഹിറ്റ്ലർ ആദ്യമായിട്ട് പണിത ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പുണ്ട്. ജർമ്മനിക്കകത്ത് തന്നെയുള്ള ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ്. 1933 പണിത കോൺസെൻട്രേഷൻ ക്യാമ്പാണ്. രണ്ടാം ലോകമഹായുദ്ധമൊക്കെ തുടങ്ങുന്നതിന് എത്രയോ നാൾ മുമ്പ്, 39 രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങുന്നത്. അതിനും ഏതാണ്ട് 6 കൊല്ലം മുമ്പ് ഹിറ്റ്ലർ പണിത ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ്. ഞങ്ങളൊരു ട്രെയിനിൽ ചെന്ന് കയറി. ആ ട്രെയിനിൽ യാത്ര ആരംഭിച്ചു. പലപ്പോഴും ആളുകൾ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ചരിത്രത്തിലെ താല്പര്യമുള്ളവരൊക്കെ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഹിറ്റ്ലർക്ക് ഈ ജൂതന്മാരോട് ഇത്ര വൈരാഗ്യം ഉണ്ടാകാൻ കാര്യം? ഹിറ്റ്ലർക്ക് മാത്രമല്ല, അക്കാലത്ത് റഷ്യൻ നാടുകളിലും യൂറോപ്പിലുമൊക്കെ ഈ ജൂതന്മാരെ ആളുകൾ അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. നമുക്കറിയാം, ഷേക്സ്പിയറിൻ്റെ മെർച്ചൻ്റ് ഓഫ് വെനീസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തെ വില്ലൻ എന്ന് പറയുന്നത് ഷൈലോക്ക് ഒരു ജൂതനാണ്. ജൂതൻ എന്ന് പറഞ്ഞാൽ പണമിടപാടുകാരൻ, ഒരു വട്ടിപ്പലിശക്കാരൻ. ഈ ജൂതന്മാർ ഇസ്രായേലിൽ പ്രശ്നങ്ങളുണ്ടായി അവർ ചിന്നിച്ചെതറിപ്പോയി. അത് ഒരു 2000 കൊല്ലം മുമ്പത്തെ സംഭവമാണ്. അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ചെതറിപ്പോയി. ഇവർക്ക് അസാമാന്യമായ ബുദ്ധിശക്തിയും കൂർമ്മബുദ്ധിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചെന്ന നാട്ടിലെ ആളുകളൊക്കെ സാധാരണക്കാരും പാവങ്ങളുമായിരുന്നവരെ ഇവർ തന്ത്രപൂർവ്വം ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാൻ തുടങ്ങി. അവരുടെ സമ്പത്ത് ഇവരുടെ കയ്യിലേക്ക് ക്രമേണ എത്തി തുടങ്ങി. ഇവർ പലിശക്കാരും അല്ലെങ്കിൽ വലിയ തന്ത്രപൂർവ്വം ഇവരുടെ സമ്പത്ത് അടിച്ചു മാറ്റുന്നവരായി മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെന്ന നാട്ടിലൊക്കെ ആ നാട്ടുകാരുടെ വെറുപ്പ് ഇവർ സമ്പാദിച്ചിട്ടുണ്ട് വലിയ തോതിൽ. അപ്പോൾ ജർമ്മനി 1-ാം ലോകമഹായുദ്ധത്തിൽ പരാജയപ്പെട്ടു, തകർന്ന് തരിപ്പണമായിക്കഴിഞ്ഞ് ഹിറ്റ്ലർ പുതിയൊരു ആശയവുമായിട്ട് നാസി പാർട്ടിയുടെ തലപ്പത്തേക്ക് ഉയർന്നു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ നാടിൻ്റെ ശാപം, ഈ ജർമ്മനി ഇങ്ങനെ തകർന്നു പോകാൻ, ഇത്രയും പ്രതാപത്തിലുണ്ടായിരുന്ന ജർമ്മൻ സാമ്രാജ്യം, വലിയ പ്രതാപത്തോടെ വസിച്ചിരുന്ന ജർമ്മൻ സാമ്രാജ്യം, അവിടുത്തെ പ്രതാപികളായ മനുഷ്യർ ഇങ്ങനെ 1-ാം ലോകമഹായുദ്ധം കഴിഞ്ഞ് പരാജയമടഞ്ഞ് തകർന്ന ഒരു ജനസമൂഹമാകാൻ പ്രധാന കാരണം ഈ ജൂതന്മാരാണ്.
അവർ നമ്മുടെ സമ്പത്ത് മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവർ നമ്മുടെ നാട്ടിൽ അവരുടെ ഫാക്ടറികളും അവരുടെ സ്ഥാപനങ്ങളും വിട്ട് നമ്മുടെ ആളുകളെ പണിക്കാരാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ജൂതന്മാരുടെ സമ്പത്ത് മുഴുവൻ നമുക്ക് പിടിച്ചെടുക്കണം, എന്നിട്ട് ജൂതന്മാരെ ഇവിടെ നാട് കടത്തണം. ജൂതന്മാർ ഈ നാട്ടിൽ നിന്ന് പോയാൽ തന്നെ നമ്മുടെ നാട് രക്ഷപ്പെട്ടു. പക്ഷേ ഇത് വലിയ തോതിൽ ജർമ്മനിക്കാർ വിശ്വസിച്ചു. ജർമ്മൻകാരുടെ മനസ്സിലേക്ക് തറഞ്ഞു കയറി. കാരണം അവർക്കും അനുഭവമുണ്ട്, ജൂതന്മാരുടെ കയ്യിലാണ് സമ്പത്ത് മുഴുവൻ ആ നാട്ടിൽ. അവർ കുശാഗ്ര ബുദ്ധിക്കാരാണ്, അവർ തന്ത്രജ്ഞന്മാരാണ്. ഇന്നും അതെയല്ലോ, ജൂതന്മാർ ടെക്നോളജിയുടെ കാര്യത്തിൽ സാങ്കേതികവിദ്യയുടെ കാര്യത്തിലൊക്കെ വളരെ മിടുക്കന്മാരാണ്. അന്നും അങ്ങനെ തന്നെയായിരുന്നു അവർ. അന്നുള്ള സാങ്കേതിക വിദ്യയിൽ അല്ലെങ്കിൽ അന്നുള്ള സാമ്പത്തിക ഇടപാടിലൊക്കെ അതിവിദഗ്ധരായിരുന്നത് കൊണ്ട് ഈ പാവങ്ങളുടെ അല്ലെങ്കിൽ സാധാരണക്കാരുടെ അല്ലെങ്കിൽ ശരാശരി ആൾക്കാരൊക്കെ ഈ ജൂതനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളായി മാറിയിരുന്നു. അപ്പോൾ അതൊരു വലിയ പ്രചാരം കിട്ടിയ നാട്ടിൽ. ശരിയാണല്ലോ, ഏതോ നാട്ടിൽ നിന്ന് ഈ ജൂതൻ്റെ കീഴിൽ നമ്മൾ ജോലി ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ അവനെ ആശ്രയിച്ച് നമ്മൾ ജീവിക്കേണ്ടി വരുന്നു. അവർ ജനസംഖ്യ വളരെ കുറവാണെങ്കിലും അവരാണ് ഈ നാടിൻ്റെ സുപ്രധാനമായ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഈ ഹിറ്റ്ലറുടെ ഇത്തരം ആശയങ്ങൾക്ക് സാധാരണക്കാരുടെ പിന്തുണ കിട്ടിയത്. പട്ടിണിയും പ്രതിസന്ധിയും യുദ്ധത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധികളും എല്ലാം മുറിച്ചു നിൽക്കുമ്പോൾ അതിനെല്ലാം കാരണം ഈ ജൂതന്മാരുടെ ചൂഷണമാണെന്ന് ഹിറ്റ്ലർ പ്രചരിപ്പിച്ചപ്പോൾ അത് വലിയൊരു ശതമാനം ആളുകൾ വിശ്വസിച്ചു. ഈ ജൂതന്മാരുടെ സമ്പത്തെല്ലാം നാട്ടിലേക്ക്, നമ്മുടെ കൈകളിലേക്ക് കിട്ടിയാൽ, നമ്മുടെ നാട്ടിൻ്റെ പൊതുസ്വത്തായി മാറിയാൽ, അല്ലെങ്കിൽ അവരെ ഒഴിവാക്കി വിട്ടാൽ ആ സമ്പത്ത് കൊണ്ട് ഈ നാട്ടിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരും എന്ന് ജനം വിശ്വസിച്ചു. അതിന് തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, വർഗീയതയും വംശീയതയും ആണ് രാഷ്ട്രീയക്കാർ ഏറ്റവും ഭംഗിയായിട്ട് ഈസിയായിട്ട് ഉപയോഗിക്കാവുന്ന ടെക്നിക്കുകൾ. അത് ഏതൊക്കെ രാജ്യങ്ങളിൽ അത് ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്ക് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഈ വംശീയത അല്ലെങ്കിൽ ഈ വർഗീയത അല്ലെ മതവിദ്വേഷം അത് ഏറ്റവും നല്ല ആയുധമായിട്ട് ഹിറ്റ്ലർ ഉപയോഗിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ ജൂതന്മാരെ കൊന്നൊടുക്കുകയാണെന്ന് ഈ നാട്ടുകാർക്ക് ആദ്യകാലത്തൊന്നും അറിയില്ലായിരുന്നു. ഇവരെ നാട് കടത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിൽ ജർമ്മനിയുടെ പല ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ പിന്നീട് ഹിറ്റ്ലർ പിടിച്ചടക്കിയ നാടുകളിൽ നിന്നൊക്കെ ജൂതന്മാരെ പിടിച്ചു കൊണ്ടുവന്ന് ട്രെയിനിൽ കയറ്റി നാട് കടത്തുകയാണെന്നാണ് ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഈ നാട് കടത്തുന്നത് നല്ല കാര്യമാണല്ലോ എന്ന് ജനം വിശ്വസിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇത്തരം കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ സമീപത്തേക്ക് സാധാരണക്കാർക്കോ പൊതുജനങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ മറ്റുള്ളവർക്കൊന്നും പ്രവേശനം ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് തന്നെ അവിടേക്ക് കൊണ്ടുപോയി ഇവരെ കൊന്നുകളയുകയായിരുന്നു എന്നുള്ളത് ആദ്യകാലത്തൊന്നും ആർക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വലിയ കൂട്ടക്കൊല, 10-60 ലക്ഷം ജൂതന്മാർ ആ ജർമ്മനിയിൽ അല്ലെങ്കിൽ ആ ഹിറ്റ്ലർ കീഴടക്കിയ പ്രദേശങ്ങളെല്ലാം കൊല്ലപ്പെട്ടിട്ടും ലോകം അറിയാതെ പോയതിൻ്റെ കാര്യം വളരെ ആസൂത്രിതമായി വളരെ രഹസ്യ സ്വഭാവത്തിൽ ഇത്തരം കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാക്കി അതിൻ്റെ 10-15 കിലോമീറ്റർ ചുറ്റളവിലേക്ക് പോലും ആളുകൾക്ക് പ്രവേശനമില്ലാത്ത രീതിയിൽ സൈന്യത്തെ വിന്യസിച്ച് അല്ലെങ്കിൽ SS സുരക്ഷാഭടന്മാരുടെ വലയത്തിനകത്തായിരുന്നതുകൊണ്ട് ഇതിനകത്തും ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ചാരമായി പോയിരുന്നത് ജനം അറിഞ്ഞിരുന്നില്ല. അതായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ. ഈ ദഹാവ് മാത്രമല്ല, ഓഷ്വിറ്റ്സ് പോലെ നിരവധി കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഹിറ്റ്ലർ പിടിച്ചടക്കിയ സ്ഥലങ്ങളിലും ജർമ്മനിയിൽ തന്നെ ഉയർന്നു വന്നു. ലക്ഷങ്ങൾ കൊല്ലപ്പെട്ടു. ഇങ്ങനെ കഥ ഓർത്തിരിക്കുമ്പോഴത്തേക്കും ദഹാവ് സ്റ്റേഷനിൽ ട്രെയിനെത്തി, ഞങ്ങളവിടെ ഇറങ്ങി. അവിടെ നിന്ന് ഇനി സുഡ് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് ചെല്ലണം. അവിടെ അടുത്താണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ്. ഒരു ബസ് പിടിച്ചു, സുഡിലെത്തി. സുഡിലെ ബസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെയും നടക്കണം കുറേ ദൂരം. വഴി തപ്പി കുറേ സമയം പോയി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഏതാണ്ട് ഒരു 4 മണിയാകാറായപ്പോഴത്തേക്കും കോൺസെൻട്രേഷൻ ക്യാമ്പ് കണ്ടുപിടിച്ചു. അതിൻ്റെ കനത്ത മതിലിൻ്റെ മുമ്പിലെത്തി, എൻട്രൻസിൻ്റെ അടുത്തെത്തി. അപ്പോൾ അകത്ത് കയറാൻ ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഇന്ന് വരണ്ട, ഇനി നാളെ വാ. ഞങ്ങൾ ചോദിച്ചു, എന്താ? 5 മണി വരെ ഉള്ളൂ, 1 മണിക്കൂർ കൊണ്ടൊന്നും നിങ്ങൾ കണ്ടു തീരില്ല, എന്തിനാ വെറുതെ പൈസ കളയുന്നത്? അപ്പോൾ എനിക്ക് നാളെ വരാൻ പറ്റില്ല, ഇനി ഒന്നുകൂടെ വേറെ കാഴ്ചകളിലേക്ക് നാളെ പോകണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അല്ല, ഉള്ളത് കണ്ടാൽ മതി, ഞങ്ങൾ 1 മണിക്കൂർ കൊണ്ട് കണ്ടോളാം. ഒടുവിൽ ഞങ്ങൾ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ടിക്കറ്റ് എടുത്തു തന്നു. ഞാൻ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ 1933 തുടങ്ങുന്ന സമയം മുതൽ ഏതാണ്ട് ഇത് അവസാനിക്കുന്ന കാലം വരെ ഏതാണ്ട് 2 ലക്ഷം ആളുകളെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ഏകദേശ കണക്ക്. എന്നാൽ 1945 രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പട്ടാളം ഈ പ്രദേശം പിടിച്ചടക്കി അവർ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് ഇരച്ച് കയറി വരുമ്പോൾ അവിടെ 30,000 പേരെ അവശേഷിച്ചിരുന്നുള്ളൂ. ബാക്കിയുള്ളവർ ഇതിലേ പോയി എന്ന് കണക്കില്ല, എവിടെ പോയി നമുക്കറിയാമല്ലോ. അപ്പോൾ അവരന്നിട്ട് അന്നുണ്ടായിരുന്ന ബാരക്കുകൾ, ഇതിനകത്ത് നിരനിരയായി ബാരക്കുകളുണ്ടായിരുന്നു. അതിനകത്തായിരുന്നു ഈ ജൂതന്മാരെയും മറ്റു തടവുകാരെയും എല്ലാം പാർപ്പിച്ചിരുന്നത്. അത് ഇവരെ സ്വതന്ത്രരാക്കി അതെല്ലാം ഇടിച്ചു പൊളിച്ചു കളഞ്ഞു. അതിൽ 2-3 ബാരക്കുകൾ ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട്. കൂടാതെ കുറച്ച് കെട്ടിടങ്ങളും വേറെയുണ്ട്. അപ്പോൾ അത് ഈ ബാരക്കുകളുടെ തറകളിങ്ങനെ നിരന്ന് നിൽക്കുന്ന ഞാൻ ഷൂട്ട് ചെയ്തെടുത്തു. ഇതിനകത്ത് ദൈനംദിനം നടന്നിരുന്ന ക്രൂരമായ ശിക്ഷാവിധികൾ, ക്രൂരമായ പ്രവർത്തനങ്ങൾ, തടവുകാരുടെ ദുരിത ജീവിതം അതെല്ലാം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ കഥ നിങ്ങൾക്കറിയാം, അതിക്രൂരമായിരുന്നു. SS എന്ന് പറയുന്ന ഭടന്മാർ, ജർമ്മനിയുടെ ഹിറ്റ്ലറുടെ പ്രത്യേക സൈന്യം, അവരാണ് ഇതിനകത്തേക്ക് പിടിച്ചുകൊണ്ടിരുന്ന ആളുകളെ അതിക്രൂരമായി പീഡിപ്പിച്ചിരുന്നത്. കഠിനമായ ജോലികൾ, ആരോഗ്യമില്ലാത്തവരും ജോലി ചെയ്യാൻ പറ്റാത്തവരെയും
ഗ്യാസ് ചേമ്പറുകളിലേക്ക് വിട്ട് കൊന്നുകളയുക. എന്തെങ്കിലും അനുസരണക്കേട് കാണിച്ചാൽ ക്രൂരമായ ശിക്ഷകൾ എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമാണ്. ചാട്ടവാറടി, അതാണ് ഏറ്റവും ആദ്യത്തെ ലെവലിലുള്ള ശിക്ഷ. ആ അടിയിൽ പലപ്പോഴും കൈകാലുകളിലെ അസ്ഥി വരെ ഒടിയും. അസ്ഥി ഒടിഞ്ഞവരെ ചികിത്സിക്കാൻ വിടില്ല. ആ ഒടിഞ്ഞ കൈയുമായിട്ട് ജീവിതം നരകവേദന അനുഭവിച്ച് അവർ കഴിഞ്ഞുകൂടണം. അതുപോലെ തന്നെ പോൾ ഹാങ്ങിങ് എന്ന് പറഞ്ഞൊരു ശിക്ഷയുണ്ട്. രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ കളവ് പറയുകയോ അനുസരണക്കേട് കാണിക്കുകയോ ധിക്കാരപൂർവ്വം പെരുമാറുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ പുറകിലേക്ക് കൈ വലിച്ച് കെട്ടും. പുറകിലേക്ക് കൈ വലിച്ച് കെട്ടിയിട്ട് ആ കൈയിൽ കയർ കെട്ടിയിട്ട് ഒരു പോളിൽ കെട്ടി തൂക്കിയിടും. അതപ്പോൾ കൈ നേരെ തിരിയും. നമ്മൾ ഈ കോഴിയൊക്കെ കൊന്നിട്ട് അതിൻ്റെ ചിറക് ഇങ്ങനെ തിരിച്ച് വെക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ. അപ്പോഴത്തേക്ക് ഈ ഷോൾഡറിൽ നിന്ന് ഈ കൈ ആ സോക്കറ്റിനകത്ത് പറഞ്ഞു പോകും. എന്നിട്ട് കൈ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. നമ്മൾ അങ്ങനെ ദിവസങ്ങളോളം തൂങ്ങിയിടും. ഇതിപ്പരം വേദന മനുഷ്യൻ അനുഭവിക്കാനില്ലെന്നാണ് പറയുന്നത് ഈ പോൾ ഹാങ്ങിങ് അനുഭവിച്ചവർ പറയുന്നത്. അവരുടെ അനുഭവങ്ങൾ ചില പുസ്തകങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, പുസ്തക പേജുകൾ. ഈ പോൾ ഹാങ്ങിങ്ങിന് വിധേയരായവരുടെ അനുഭവങ്ങൾ, അവരെ മരിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോയ നിമിഷങ്ങളെന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. ആരെങ്കിലും ഒന്ന് വെടിവെച്ച് കൊന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിരുന്ന നിമിഷങ്ങൾ. അതുപോലെ തന്നെ ചിലരെ അനന്തകാലം ഏകാന്ത തടവിന്, അനന്തകാലം എന്ന് പറഞ്ഞാൽ എന്നുവരെ എന്ന് നിശ്ചയമില്ലാത്ത രീതിയിൽ ഒരു മുറിക്കകത്തിട്ട് പൂട്ടും. വെളിച്ചം കടക്കാത്ത പെട്ടി പോലത്തെ മുറിക്കകത്ത്. അതിനകത്ത് ചെറിയൊരു പൊത്തുണ്ട് താഴെ, അത് പുറത്തുനിന്ന് മാത്രം തുറക്കാം, ഒരു ചെറിയ സ്ലൈഡ് ചെയ്ത് തുറക്കാമെന്ന്. അതിലൂടെ ഒരു ദിവസം ഒരു കഷ്ണം ബ്രെഡ് കൊടുക്കും, ഒരു ഗ്ലാസ് വെള്ളവും കൊടുക്കും. ഒരു ദിവസത്തെ ഭക്ഷണം അതാണ്. ഇങ്ങനെ അതിൽ നിന്ന് മാസങ്ങൾക്ക് ശേഷം പുറത്ത് പലരും ഇറങ്ങി വന്നിട്ടേ ഇല്ല. പുറത്തിറങ്ങിയവരെ എല്ലും തോലുമായി കണ്ടാൽ തിരിച്ചറിയാത്ത കോലത്തിൽ പുറത്തിറങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ശിക്ഷാവിധിയായിരുന്നു സ്റ്റാൻഡിങ് സെല്ലുകൾ. അത് ഒരാൾക്ക് കഷ്ടിച്ച് നിൽക്കാൻ മാത്രം വലിപ്പമുള്ള സെല്ല്. നിലത്ത് വെള്ളം നിറച്ചിട്ടുണ്ടാവും. വാതിൽ തുറന്ന് അതിനകത്തേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ഇരിക്കാൻ സ്ഥലമില്ല, കിടക്കാൻ സ്ഥലമില്ല, കിടക്കാൻ പറ്റില്ല, നിലത്തിരിക്കാൻ പറ്റില്ല. തണുത്ത വെള്ളമാണ് കിടക്കുന്നത്. നിൽക്കണം. ഈ വെള്ളത്തിനകത്ത് ഈ നിൽക്കാൻ മാത്രം സ്പേസുള്ള, ഒരു മനുഷ്യന് മാത്രം നിൽക്കാൻ സ്ഥലമുള്ള ആ സെല്ലിനകത്ത് ദിവസങ്ങളോളം നിൽക്കണം. -ഡിഗ്രിയിലേക്ക് പോകുന്ന തണുപ്പ്. ഇതുകൊണ്ടും ശിക്ഷ പോരാ എന്ന് തോന്നുന്നവരെ വെടിവെച്ച് കൊല്ലുക, പൊതുവായിട്ട് പരസ്യമായിട്ട് തൂക്കിക്കൊല്ലുക, അല്ലെങ്കിൽ കൂട്ടമായിട്ട് ഗ്യാസ് ചേമ്പറിലേക്ക് കൊണ്ടുപോയി വിവസ്ത്രരാക്കി കൂട്ടത്തോടെ ഗ്യാസ് ചേമ്പറിലേക്ക് കയറ്റുക. ഗ്യാസ് ചേമ്പർ പൂട്ടും. എന്നിട്ട് വിഷവാതകം ഇതിലേക്ക് തുറന്നു വിടുന്നു. ഇഞ്ചിഞ്ചായിട്ട് ആ ജനങ്ങൾ പെടഞ്ഞു മരിക്കുന്നു. മരിച്ചു കഴിയുന്നവരെ ശവം മാറ്റാൻ ഇതേ ജയിലിലെ മറ്റ് തടവുപുള്ളികളെ ചുമതലപ്പെടുത്തുന്നു. അതുകൊണ്ട് ക്രിമറ്റേറിയത്തിൽ കൊണ്ടുപോയി കത്തിക്കുന്നു. ഇങ്ങനെ അതിക്രൂരമായ പീഡനങ്ങളുടെ മുറികൾ. പിന്നെ നമ്മൾ ചെല്ലുന്നത് ബങ്കറുകളിലേക്കാണ്. ഈ ബങ്കറുകൾക്കകത്ത് പെട്ടി പോലെ അടുക്കി കട്ടിൽ പോലത്തെ ഫെസിലിറ്റികളാണ്. അതിനകത്ത് ആളുകൾ നിരത്തി കിടത്തിയിരുന്നു. 1943 ആയപ്പോഴത്തേക്ക് അതിനകത്ത് കിടക്കാനിടയില്ലാതെ ഒരു ചെറിയ പെട്ടിക്കകത്ത് തന്നെ 3-4 പേര് വരെ കിടക്കേണ്ട അത്ര തിങ്ങി നിറഞ്ഞു, നരകയാതന നിറഞ്ഞ ഒരു ജീവിതമായി മാറി. പിന്നെ അവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി റോൾ കോൾ ഗ്രൗണ്ടിലേക്ക് ചെല്ലുകയാണ്. വിശാലമായ മൈതാനം. എല്ലാ ദിവസവും പുലർച്ചെ 4:30-5 മണിയാകുമ്പം വിളിച്ചേൽപ്പിച്ച് ഈ റോൾ കോൾ ഗ്രൗണ്ടിൽ തണുത്ത് മരച്ച് നിൽക്കുന്ന ആ കാലത്തും നിരന്ന് നിൽക്കണം മണിക്കൂറുകളോളം. ആരെങ്കിലും രാത്രി തടവ് ചാടിയിട്ടുണ്ടെങ്കിൽ ആ ബാരക്കിൽ കിടന്ന് എല്ലാവരും ശിക്ഷ അനുഭവിക്കണം. കനത്ത ശിക്ഷ, പലപ്പോഴും വധശിക്ഷയായിരുന്നു നൽകിയിരുന്നത്. ആ ശിക്ഷ നടപ്പാക്കുന്നത് ഈ റോൾ കോൾ ഗ്രൗണ്ടിൻ്റെ മുമ്പിൽ തന്നെ. ആളുകൾ നിരന്ന് ലൈനൊപ്പിച്ച് നിൽക്കുന്നതിൻ്റെ മുമ്പിൽ തൂക്കുമരമുണ്ട്. അതിൽ ഇവരുടെ മുമ്പിൽ വെച്ച് കെട്ടി തൂക്കി കൊല്ലും. അങ്ങനെ ദിവസവും കുറേ ആളുകൾ കൊല്ലപ്പെടും. വേറെ ചിലരെ അതിനു മുമ്പ് വെച്ച് തന്നെ വെടിവെച്ച് കൊല്ലും. കൊടും തണുപ്പിൽ മണിക്കൂറുകളോളം ഈ റോൾ കോൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ നിൽക്കണം അറ്റൻഷനായിട്ട്. ആ നിൽപ്പിൽ പലരും ബോധം കെട്ട് മറിഞ്ഞു വീഴും. മറിഞ്ഞു വീണവരെ സഹായിക്കാൻ ആരെയും അനുവദിക്കില്ല. അവർ കുറേ നേരം കിടന്നിട്ട് ഉണരുന്നില്ലെങ്കിൽ പട്ടാളക്കാർ വന്ന് ബൂട്ടിട്ട കാലുകൊണ്ട് തൊഴിച്ചവരെ ഉണർത്താൻ ശ്രമിക്കും. ഇല്ലെങ്കിൽ തൂക്കിൻ്റെ പാത്തി കൊണ്ട് അടിച്ചുണർത്താൻ ശ്രമിക്കും. ചിലർ അവിടെ വെച്ച് തന്നെ മരിച്ചു തീരും. പിന്നെ നമ്മൾ ചെല്ലുന്നത് ഏകാന്ത തടവുകാരുടെ സെല്ലുകളിലേക്കാണ്. അത് പറഞ്ഞതുപോലെ തന്നെ ഇരുട്ടറകളാണ്. ആ ഇരുട്ടറകളിൽ മരണം കാത്തു കിടക്കുന്നവരാണ് കിടക്കുന്നത്. അവിടെ താമസിച്ചിരുന്ന ഒരാളുടെ ഓർമ്മക്കുറിപ്പ് അവിടെ ഒരു ചുവരിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം രക്ഷപ്പെട്ടു. ഈ യുദ്ധത്തിൻ്റെ അവസാന നാളുകളിലായിരുന്നു അദ്ദേഹം ചെന്നതെന്നുള്ളതുകൊണ്ട്. രാത്രി 2 മണിയാകുമ്പോൾ കയ്യിൽ താക്കോൽ കൂട്ടമായിട്ട് ആരോ കയറി വരുന്നൊരു ശബ്ദം കേൾക്കാം. താക്കോൽ കൂട്ടത്തിൻ്റെ ഒരു കിലുക്കം ഇടനാഴിയുടെ അങ്ങേറ്റത്ത് കേൾക്കാം. അപ്പോൾ ഞങ്ങളെല്ലാം ഭയത്തോടെ ഇരിക്കും. ഇന്ന് ആരുടെ ഊഴമാണ്? ഈ പുലർച്ചെ 2 മണിക്ക് വന്ന് ഏതോ ഒരു സെല്ലിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേൾക്കാം. എന്നിട്ട് കാലിൽ പൂട്ടിയിരിക്കുന്ന ആ ചങ്ങല അഴിഞ്ഞ് നിലത്ത് വീഴുന്നൊരു ശബ്ദവും കേൾക്കാം. പിന്നെ ആ സെല്ലിലെ ആൾ പുറത്തേക്ക് നടന്നു പോകുന്ന ശബ്ദം, ഒപ്പം ഈ ബൂട്ടിൻ്റെ കനത്ത ശബ്ദവും. ഇടനാഴി അവസാനിക്കുന്നിടത്ത് ബാരക്കിൻ്റെ പുറത്തെത്തുമ്പോൾ ഒരു വെടിവെച്ച കേൾക്കാം. ഒരു ജീവിതം അവിടെ തീരുകയാണ്. ഇങ്ങനെ ഓരോ രാത്രിയും തങ്ങളുടേതാണോ ഊഴമെന്ന് കാത്ത് വിഹ്വലതയോടെ വേദനയോടെ ഭയന്ന് കഴിഞ്ഞിരുന്ന നാളുകൾ. അവിടുന്ന് വീണ്ടും ഇറങ്ങി വേറൊരു ഭാഗത്തേക്ക് നടക്കുകയാണ്. അവിടെയാണ് ഈ ക്രിമറ്റേറിയം, അതായത്
കൊന്നവരെ ദഹിപ്പിക്കുന്ന സ്ഥലം, തൂക്കിക്കൊല്ലുന്ന സ്ഥലം ഒക്കെ. അങ്ങോട്ട് നടക്കുമ്പോൾ ഒരു ഭാഗത്ത് ഡ്യൂട്ടി ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. അതിനകത്തൂടെയാണ് പണ്ട് ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അത് ശരിക്കും പറഞ്ഞ ഒരു പടിപ്പുര പോലെയാണ്. അതിൻ്റെ ഒരു ഗേറ്റൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ കയറി ചെല്ലുന്നത് അതിൻ്റെ പിൻഭാഗത്തൂടെയാണ് ഇപ്പോൾ ഗസ്റ്റുകളെ കയറ്റുന്നത്, സന്ദർശകരെ കയറ്റുന്നത്. അന്നതായിരുന്നില്ല. ഈ ഡ്യൂട്ടി ബിൽഡിംഗ് ആയിരുന്നു പ്രധാന എൻട്രൻസ്. ആ ഗേറ്റ് കടന്നാണ് ആളുകൾ ജീവിതം അവസാനിപ്പിച്ച് മരണത്തിലേക്ക് കയറി വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ മുകളിൽ ഗസ്റ്റപ്പോയുടെ ഓഫീസും സുരക്ഷാഭടന്മാരുടെ ഓഫീസും എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ മുമ്പിൽ കൂടെ നടന്ന് നമ്മൾ കുറച്ച് നിന്ന് കഴിയുമ്പോഴാണ് തൂക്കുമരങ്ങൾ ഉള്ള ഒരു മുറിയിലേക്ക് ചെല്ലുന്നു. ആളുകളെ തൂക്കിക്കൊന്നിരുന്ന സ്ഥലം. അതിൻ്റെ അടുത്ത് തന്നെ ദിവസവും കൊല്ലപ്പെടുന്ന ആളുകളെ ദഹിപ്പിച്ച് കളയുന്ന ചൂളകൾ, ഇലക്ട്രിക് ചൂളകളാണ്. അത് ശാസ്ത്രീയമായ, അല്ലാതെ ചുമ്മാ അങ്ങ് ഉണ്ടാക്കി വെക്കുകയല്ല, എല്ലാം പ്രൊഫഷണലാണ്. അതിനകത്തേക്ക് ഒരു ട്രെയിലേക്ക് ശവം കയറ്റി കിടത്തുന്നു, അകത്തേക്ക് തള്ളുന്നു, മിനിറ്റുകൾ കൊണ്ട് ചാരമായി പോകുന്നു, അടുത്ത പുറത്തേക്ക് വലിക്കുന്നു, അടുത്ത ശവം കയറ്റി കിടത്തുന്നു. ഇങ്ങനെ അത്തരത്തിലുള്ള നിരവധി ശവച്ചൂളകൾ നിരത്തി സ്ഥാപിച്ചിരിക്കുന്നു. ആയിരങ്ങൾ എരിഞ്ഞമർന്നു പോയ ശവച്ചൂളകളാണ്. വെറുതെ മണത് വെച്ചിരിക്കുന്ന മോഡലുകളല്ല. അതിനകത്തൊക്കെ എത്രയോ ജീവിതങ്ങളില്ലാതായിപ്പോയതാണ്. പിന്നെയും നടന്ന് നമ്മൾ ചെല്ലുന്നത് ഗ്യാസ് ചേമ്പറിനകത്തേക്കാണ്. നിരവധി ആളുകളെ ഒരേ സമയം ഈ ഗ്യാസ് ചേമ്പറിനകത്തേക്ക് വിവസ്ത്രരാക്കി കയറ്റിയിട്ട് കനത്ത വാതിലുകൾ പൂട്ടിയിട്ട് ഷവർ പൈപ്പുകളിലൂടെ സൈക്ലോൺ ബി എന്ന് പറയുന്ന വിഷവാതകം തുറന്നു വിട്ട് മിനിറ്റുകൾ കൊണ്ട് ആളുകളെ കൊന്നുകളയുന്ന ഗ്യാസ് ചേമ്പറുകൾ. ഒരായുഷ്കാലം മുഴുവൻ നമ്മൾ ഈ ദുരന്തം അനുഭവിച്ചു എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് നമ്മളിങ്ങനെ ഈ കാഴ്ചകൾ ഷൂട്ട് ചെയ്ത് നടക്കുന്നത്. അപ്പോൾ ഒരറ്റത്തും ഒരു വിസിലടി കേട്ടു. ഹിറ്റ്ലറുടെ ഏതോ സുരക്ഷാഭടൻ്റെ വിസിലടിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. നമ്മളൊന്നും ഞടുങ്ങും. ആ വിസിലടി കേട്ടത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ, അവിടുത്തെ ഒരു സെക്യൂരിറ്റി ഓഫീസർ കൈ ഉയർത്തി കാണിച്ചു, വരാൻ പറഞ്ഞു. സമയമായിരിക്കുന്നു, വാച്ചെ കാണിച്ചു. 5 മണിയായി. ഇനി അതിനകത്തെ കാഴ്ചകൾ ചിത്രീകരിക്കാൻ സമയമില്ല. ആയിരക്കണക്കിന് പ്രേതങ്ങൾ അലഞ്ഞു തിരിയുന്ന, ആത്മാക്കൾ കറങ്ങിത്തിരിയുന്ന ആ ശ്മശാന ഭൂമിയിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് നടന്നു. ആ ഗേറ്റ് കടന്ന് പുറത്തേക്ക് നടക്കുമ്പോഴും നമുക്കൊരു സമചിത്തത വന്നിട്ടുണ്ടായിരുന്നില്ല. 1 മണിക്കൂർ കൊണ്ട് ദഹാവ് കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ ഒരു എപ്പിസോഡുണ്ടായി. പിന്നീട് അത് ഏഷ്യാനെറ്റിലൂടെ സംപ്രേഷണം ചെയ്തു. ദഹാവ് കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ ആ എപ്പിസോഡിനെ തേടി നാഷണൽ അവാർഡ് ഉൾപ്പെടെ 10ഓളം അവാർഡുകൾ വന്നു. ആ അവാർഡുകൾ ഇന്നും എൻ്റെ ഓഫീസ് മുറിയിലെ അലമാരകളെ അലങ്കരിക്കുന്നുണ്ട്. ആ അവാർഡുകളിലേക്ക് നോക്കുമ്പോൾ ഇപ്പോഴും ആ ദഹാവ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇരിഞ്ഞടങ്ങിയ 10,000ങ്ങളുടെ ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് വരും. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.